ഹായ് ഫ്രണ്ട്സ്, ഗൾഫ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് എങ്ങനെ ഓടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാനുവൽ വാഹനത്തിനെ അപേക്ഷിച്ച് ഇതിലുള്ള ചെറിയൊരു വ്യത്യാസങ്ങളുള്ളൂ. ഇതിൻ്റെ ഗിയറിൻ്റെ സിസ്റ്റമാണ് ഇതിന് വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ നമുക്കിത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് എളുപ്പമാണ്. ഇത് പഠിക്കാനും ഓടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ടുള്ളതാണ്. പിന്നെ ഇത് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളോ നമ്മൾ ഇനി കൂടുതലും കാണാൻ വരുന്നതും ഓടിക്കേണ്ട സാഹചര്യം വരുന്നത് ഇപ്പോൾ കാരണം ഇത് ചെറിയ വണ്ടികളും ഓട്ടോമാറ്റിക് വാഹനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഉൾവശം. ഇതൊരു ടിക്കോ വണ്ടിയാണ്, ചൈനയുടെ വണ്ടിയാണ് ടിക്കോ. അപ്പോൾ നമ്മൾ ഇത് മറ്റേ സാധാരണ മാനുവൽ വാഹനത്തിനേക്കാളും വലിയ വ്യത്യാസമായിട്ടുള്ള ഇതിൻ്റെ ഉൾവശത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ആകൂട്ടുള്ള വ്യത്യാസം ഇതിൻ്റെ ഗിയർ ലിവർ സിസ്റ്റമാണ്. ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ ഫംഗ്ഷനാണ് ഇതിന് ചെറിയ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. പിന്നെയുള്ളത് ക്ലച്ച് കാണില്ല, കാരണം ഓട്ടോമാറ്റിക് ആയ കാരണം ഇത് ബ്രേക്ക് ആക്സിലേറ്റർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ സ്പേസ് അവിടെ ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് ആകൂട്ടി നമുക്ക് ഒരു കാല് മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ വലത് കാല് മാത്രമേ ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇടത് കാലിൻ്റെ ഫംഗ്ഷനൊന്നും നമുക്ക് വരുന്നില്ല ഓട്ടോമാറ്റിക് വാഹനത്തിലേക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗിയർ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. PRND ഈ 4 ബട്ടണാണ് ഇതിലുള്ളത്. ചില വാഹനങ്ങൾക്ക് D എന്നുള്ളതിൻ്റെ കൂടെ ഒരു M ബട്ടൺ കൂടി ഉണ്ടാവും. M എന്നുള്ളത് മാനുവൽ മോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. D എന്നത് ഡ്രൈവ് മോഡ്, N എന്നുള്ളത് ന്യൂട്രൽ, R എന്നുള്ളത് റിവേഴ്സ്, P എന്നുള്ളത് പാർക്കിംഗ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. P പാർക്കിംഗ്, R റിവേഴ്സ്, N ന്യൂട്രൽ, D ഡ്രൈവ് മോഡ്, M ചില വാഹനങ്ങൾക്ക് M കാണാനുണ്ടാവും. അപ്പോൾ അവിടെ M എന്നുള്ളത് മാനുവൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞുതരാം. P എന്നുള്ളത് പാർക്കിംഗ്. അപ്പോൾ നമ്മളൊരു വാഹനം എവിടെയും കൊണ്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് P എന്നതിലിട്ടിട്ട് പാർക്കിങ്ങിലാക്കിയിട്ട് വേണം നമുക്ക് വാഹനം എവിടെ നമ്മൾ നിർത്തിയിടാൻ വേണ്ടിയിട്ടുള്ളത്. P ഇട്ടതിന് ശേഷം നമുക്ക് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതാണ് P. അതിനൊരു പാർക്കിങ്ങിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പൊസിഷനാണ് P എന്നുള്ളത്, പാർക്കിംഗ്. പിന്നെ R എന്നുള്ളത് റിവേഴ്സ്. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ റിവേഴ്സിൻ്റെ പൊസിഷനിലിട്ട് വേണം നമ്മൾ വണ്ടി പുറകോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ ന്യൂട്രൽ. നമ്മൾ സിഗ്നലിലൊക്കെ വണ്ടി നിർത്തിയിടുക, നമ്മൾ എവിടെയെങ്കിലും താൽക്കാലികമായിട്ട് വണ്ടി കുറച്ച് നേരത്തേക്ക് നമ്മൾ നിർത്തിയിടുമ്പോൾ നമുക്ക് ന്യൂട്രൽ ബട്ടൺ ആയിട്ട് ന്യൂട്രാക്കുക. വണ്ടി ന്യൂട്രലിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ന്യൂട്രൽ പൊസിഷനിൽ കൊണ്ടുവരാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ന്യൂട്രാക്കി ഇടുക. പിന്നെയുള്ളതാണ് D എന്നുള്ളതാണ് നമ്മൾ ഡ്രൈവ് മോഡ്. അപ്പോൾ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് മോഡിലിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ ഡ്രൈവ് മോഡ് എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഗിയർ കുറയ്ക്കുക, കൂട്ടി കൊടുക്കാനോ കുറച്ച് കൊടുക്കാനോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഡ്രൈവ് മോഡിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ M എന്നുള്ളതാണ്. അപ്പോൾ M നമ്മളിവിടെ ഇല്ല, കാരണം എമ്മിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ M എന്നുള്ളതാകുമ്പോൾ നമുക്ക് എമ്മിൻ്റെ പൊസിഷനിൽ കൊണ്ടുവച്ച് നമുക്ക് മാനുവൽ സിസ്റ്റമാണ് M എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മാനുവൽ ഇടുമ്പോൾ നമ്മൾ ഗിയർ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളത് നമ്മൾ ഗിയർ മാറ്റി കൊടുക്കണം. പക്ഷേ ഗിയർ ഡൗൺ ആക്കാൻ നമുക്ക് മാനുവൽ ഗിയറിന് ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗിയർ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഗിയർ എമ്മിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഗിയർ മാറി കൊടുത്താൽ മാത്രം മതി. മുന്നോട്ട് പോകുന്നതിൻ്റെ സ്പീഡിനനുസരിച്ച് ഗിയർ നമ്മൾ ഹൈ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര ആവശ്യമുള്ള മാനുവലിൽ. പക്ഷേ ഡൗൺ ആക്കേണ്ടതായിരുന്നു നമ്മളൊന്നും ചെയ്യേണ്ടത്. അതിൻ്റെ സ്പീഡിനനുസരിച്ച് മാനുവൽ സിസ്റ്റത്തിൽ ഗിയർ ഓട്ടോമാറ്റിക്കായി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. D എന്നുള്ളത് ഡ്രൈവ് മോഡ്. അതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് അതിൻ്റെ സ്പീഡിനനുസരിച്ച് ഗിയർ കുറഞ്ഞും കൂടിയും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. മാനുവലിൽ ഇടുമ്പോൾ മാത്രമാണ് നമുക്ക് ഗിയർ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാവരും ഓർമ്മയ്ക്ക്. പിന്നെ വരുന്നത് ചില വാഹനങ്ങൾക്ക് ഇവിടെ L എന്ന് കാണാം. L എന്നുള്ളത് ലോ സ്പീഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് ആ ലോ സ്പീഡിൽ മാത്രമേ പോകുള്ളൂ. എത്ര അതിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ആ ഒരൊറ്റ സ്പീഡിലാണ് ലോ സ്പീഡ് പോകുള്ളൂ. പല വണ്ടികൾക്കും പല സിസ്റ്റമാണ് കൊടുത്തുള്ളൂ. അപ്പോൾ ഇതിൽ M എന്നുള്ളതും L എന്നുള്ളതൊന്നും കാണാനില്ല. അത് കാരണം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. L എന്നാണ് വരുന്നതാണെങ്കിൽ അത് ലോ സ്പീഡ് എന്നാണ്. ആ ഒറ്റ സ്പീഡിൽ ആ വാഹനം പോകത്തുള്ളൂ. പിന്നെയുള്ളത് M, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ D മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഇനി ഇത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് വണ്ടി അങ്ങനെ ഓടിക്കാം എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊക്കെ നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് വരുന്നത്. ഇത് ബ്രേക്ക് പെഡല്, ഇത് ആക്സിലേറ്റർ, ഇതിൻ്റെ ക്ലച്ചിൻ്റെ സ്പേസ് ഇവിടെ ഫ്രീ ആണ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇടത് കാല് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരാത്ത കാരണം ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാലിലേക്ക് ഇടത് കാല് യാതൊരു കാരണവശാലും നമ്മൾ മാറി ബ്രേക്ക് ചവിട്ടാൻ ആക്സിലേറ്റർ കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടും. ഇതിനാകൂടി ആവശ്യമുള്ളത് നമ്മുടെ വലത് കാല് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ബ്രേക്കും ആക്സിലേറ്ററും. കാരണം നമ്മൾ മാനുവൽ വണ്ടികളിലാണ് നമുക്ക് ക്ലച്ചിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ക്ലച്ചിനാണ് നമ്മൾ
ഇടതുകാലം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇടതുകാലം ഉപയോഗിക്കരുത്. ഇടതുകാലം നമ്മൾ ഇവിടെ തന്നെ വെക്കുക, ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ തന്നെ വെക്കുക. ഒരിക്കലും ബ്രേക്ക് മിക്കും ആക്സിലേറ്റർ മിക്കും ഇടതുകാലം കൊണ്ടുപോകാൻ ആരും ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വാഹനം ഇപ്പോൾ കിടക്കുന്നത് റിവേഴ്സ് ഗിയറിലാണ്. അപ്പോൾ ആ പൊസിഷനിലാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചാവി ഓണാക്കി സെൽഫ് അടിക്കുമ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആവുന്നില്ല, കാരണം അത് ഗിയറിലാണ്. ഓട്ടോമാറ്റിക് ഗാഡി ഒരിക്കലും ഗിയറിലാണെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മുടെ സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ അതിന് പ്രത്യേകം ചെയ്യേണ്ടത് നമ്മൾ ഒന്നല്ലെങ്കിൽ ന്യൂട്രൽ അല്ലെങ്കിൽ അതിന്റെ പാർക്കിംഗ് പൊസിഷനിൽ ന്യൂട്രൽ പൊസിഷനിൽ മാത്രമാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആവുള്ളൂ. പാർക്കിംഗ് ചില വാഹനങ്ങൾക്ക് പാർക്കിംഗ് പൊസിഷന്റെ കാണാണ്ടാവില്ല, അതില്ലാത്ത വാഹനമുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ പെട്ട, അപ്പോൾ ന്യൂട്രൽ അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സിലിട്ട് നമ്മൾ ന്യൂട്രൽ അല്ലെങ്കിൽ പാർക്കിങ്ങിലിട്ട് നമുക്ക് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ വാഹനം കിടക്കുന്നത് പാർക്കിങ്ങിലാണ്. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ടായി. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഞാൻ ന്യൂട്രാക്കി കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ വാഹനം നമ്മൾ ചാവി ഓണാക്കി ഇപ്പം ന്യൂട്രലിലാണ് കിടക്കുന്ന വാഹനം. അപ്പോൾ നമുക്ക് ന്യൂട്രലിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേക്കാം. കണ്ടില്ലേ, ന്യൂട്രൽ സ്റ്റാർട്ടായി. ഇപ്പോൾ ന്യൂട്രലും പാർക്കിങ് ഈ രണ്ട് പൊസിഷനിലാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആവുള്ളൂ. ഓട്ടോമാറ്റിക് ഗാഡി ഗിയറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ടാവില്ല. ചില വാഹനങ്ങൾക്ക് നമ്മുടെ ഇതിന്റെ ഡിസ്പ്ലേ നമ്മൾ ഇതിന്റെ ഏത് ഗിയറാണിലാണ് കിടക്കുന്നത്, ന്യൂട്രൽ ആണോ പാർക്കിംഗ് ആണോ ഏത് ഗിയർ ആണെന്നുള്ളതൊക്കെ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ ലൈറ്റ് കാണിക്കും. പക്ഷേ ഈ വാഹനത്തിന് അങ്ങനെ ലൈറ്റ് സിസ്റ്റം കാണിച്ചിട്ടില്ല. അത് കാരണം നമുക്ക് ഇത് നമ്മൾ പ്രത്യേകം ഇവിടെ നമ്മുടെ ഇതിന്റെ ഗിയറിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഗിയർ ഇടുമ്പോൾ നമുക്ക് ഇതിന്റെ ഓരോ ലൈറ്റ് ഇപ്പോൾ ഏതിലാണോ ഏത് ഗിയറിലാണോ കിടക്കുന്നത് അതിന്റെ ലൈറ്റ് നമുക്ക് ബ്ലിങ്ക് ആയി കിടക്കണം കാണാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഗിയർ ഇടും, നമുക്ക് ഇനി അടുത്ത് ഗിയർ ഇടാൻ നോക്കാം. അപ്പോൾ ഗിയർ ഇടുമ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും ബ്രേക്ക് ചവിട്ടിയിട്ട് വേണം. ക്ലച്ചില്ലാത്ത കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മുടെ വാഹനം കിടക്കുന്നത് പാർക്കിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഇനി റിവേഴ്സ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ റിവേഴ്സ് ആക്കുമ്പോൾ നമ്മുടെ ഈ ബട്ടൺ, ഇതാണ് ഇതിന്റെ ബട്ടൺ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ റിവേഴ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ വാഹനം റിവേഴ്സായി. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വാഹനം ഇപ്പോൾ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ മിറർ, രണ്ട് സൈഡ് മിററും റൈറ്റ് ലെഫ്റ്റ് മിറർ നോക്കി നമ്മൾ വാഹനം പുറകോട്ട് എടുക്കുക. ബാക്കിലൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ വാഹനം നമുക്ക് റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊന്നുമില്ല, ജസ്റ്റ് ആ റിവേഴ്സ് ഗിയർ ഇട്ട് നമ്മുടെ ബ്രേക്ക് മുന്ന് കാലെടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാഹനം പുറകോട്ട് പോകും. അതിന് ആക്സിലേറ്റർ നമുക്ക് സ്പീഡിനനുസരിച്ച് നമുക്ക് ആക്സിലേറ്റർ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വാഹനം വീണ്ടും നമ്മൾ ന്യൂട്രൽ പൊസിഷനിലാക്കി. നമ്മൾ ബ്രേക്ക് മുന്ന് കാലെടുത്തു. അപ്പോൾ നമ്മുടെ വാഹനം കിടക്കുന്നത് ന്യൂട്രൽ പൊസിഷനിലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വാഹനം ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് ഇട്ടു. ഡ്രൈവ് മോഡിലേക്ക് ഇടുമ്പോൾ വണ്ടി നമ്മുടെ ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല, നമ്മുടെ വാഹനം ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ നമുക്ക് മാറിക്കൊണ്ടിരിക്കും ഡ്രൈവ് മോഡിലിടുമ്പോൾ. മനസ്സിലായി, നമ്മുടെ വാഹനം ഡ്രൈവ് മോഡിലിട്ട് നമ്മുടെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നിർത്തിയിട്ട് നമ്മൾ വീണ്ടും ആ പൊസിഷൻ ന്യൂട്രൽ പൊസിഷനിലേക്ക് നമ്മുടെ വാഹനം ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കി വെച്ചു. ആ ന്യൂട്രൽ പൊസിഷൻ ആക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ച് ന്യൂട്രലിലേക്ക് ആക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബട്ടൺ അമർത്തി നമ്മൾ ന്യൂട്രൽ ആക്കിയിടുക. ഇനി നമ്മൾ വീണ്ടും റിവേഴ്സ് പോവുകയാണ്. അപ്പോൾ നമ്മൾ റിവേഴ്സിന്റെ പൊസിഷനിലേക്ക് നമ്മൾ അത് മാറ്റിയിട്ടു. നമുക്ക് റിവേഴ്സിലിടുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തണ കാണാം. പക്ഷെ നമുക്ക് ഈ വെളിച്ചത്തിന്റെ പവർ കൂടുതലായ കാരണം നമുക്ക് ലൈറ്റ് കത്തണത് കാണാത്തത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വാഹനം റിവേഴ്സ് പോവുകയാണ്. നമ്മുടെ വാഹനം റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ മെത്തേഡാണിത്. നമുക്ക് സ്ത്രീകൾക്കും എല്ലാവർക്കും ഇതൊക്കെ ഓടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കാറില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഈ ഗിയറിന്റെ സിസ്റ്റം മാത്രമാണ് ഇതിൽ നമുക്ക് വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും വാഹനം പാർക്കിങ്ങിലേക്ക് ഇട്ടു. നമ്മൾ വാഹനം നിർത്തിയിടുകയാണെങ്കിൽ നമ്മൾ വാഹനം പാർക്കിങ്ങിലിട്ടു. പിന്നെ നമ്മുടെ വാഹനം മുന്നോട്ടോ പിന്നോട്ടോ പോവില്ല. നമ്മൾ വാഹനം പാർക്കിങ്ങിലിട്ടു. ഇനി പാർക്കിംഗ് നമുക്ക് ഡ്രൈവ് മോഡിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ റിവേഴ്സ് പൊസിഷൻ കഴിഞ്ഞ് ന്യൂട്രൽ പൊസിഷൻ കഴിഞ്ഞ് ഡ്രൈവ് മോഡിലേക്ക് വരണം. ഇപ്പം നമ്മുടെ വാഹനം കിടക്കുന്നത് ഡ്രൈവ് മോഡിലാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഗിയർ ലിവറിന്റെ ഈ ബൂട്ടുള്ള കാരണമാണ് നമുക്ക് ഇതിന് പെട്ടെന്ന് ഇതിന്റെ പൊസിഷൻ മനസ്സിലാവാത്തത്. അത് കാരണം നമുക്ക് ഇവിടെ ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വാഹനം കിടന്നത് ഡ്രൈവ് മോഡിലാണ്. അപ്പോൾ നമ്മുടെ വാഹനം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലേ, ഇപ്പോൾ ഡ്രൈവ് മോഡിൽ ഇടുമ്പോൾ നമ്മുടെ വാഹനം ഗിയർ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവ് മോഡ് എന്നുള്ള പൊസിഷൻ മാറ്റി നമ്മൾ ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കി. ഡ്രൈവ് മോഡിന്റെ പൊസിഷൻ കഴിഞ്ഞ് നമ്മൾ ന്യൂട്രൽ പൊസിഷനിലാക്കി ഹാൻഡ് ബ്രേക്ക് വലിച്ചു.
അപ്പോൾ നമ്മൾ ആ കൂടി മനസ്സിലാക്കേണ്ടത് ഇതിന് നമ്മുടെ വലതുകാല് മാത്രം ഉപയോഗിക്കുക. ഗിയർ മാറുമ്പോൾ നമ്മൾ ഈ ബട്ടൺ അമർത്തി ബ്രേക്ക് ചവിട്ടിയിട്ട് ഗിയർ ഇടാൻ നോക്കുക. പാർക്കിംഗ് എന്നുള്ളത് പാർക്കിംഗ് ബട്ടൺ, R എന്നുള്ളത് റിവേഴ്സ്, N എന്നുള്ളത് ന്യൂട്രൽ, D എന്നുള്ളത് ഡ്രൈവ് മോഡ്. മറ്റുള്ള L-ഉം M-ഉം അതിന്റെ ഫംഗ്ഷനും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കാണും. അപ്പോൾ ഇത്ര ഉള്ളത് സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓട്ടോമാറ്റിക് ഗാഡി നമ്മൾ ഇനി ഓടിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും പരമാവധി ഓടിച്ച് നമുക്ക് ഒന്നും കൂടിയും ബേസിക് ആയിട്ടുള്ള ഒന്നും കൂടി നമുക്ക് അറിവ് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത PDI വരുന്നത് വരെ നമുക്ക് കാണാം. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളിൽ നമുക്ക് കമൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലോ നമുക്ക് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വരുന്നത് കാണാം. ബൈ. ഓക്കെ.